സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും പത്തനംതിട്ട കൂടൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തെ ആൽമരം കടപുഴകി വീണു. ആർക്കും പരുക്കില്ല. ഷിജോ കുര്യൻ സംഭവ സ്ഥലത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. പത്തനംതിട്ട കോന്നി കൂടൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ആൽമരം ഇന്ന് പുലർച്ചയോടുകൂടി കടപുഴകി വീണു. 75 വർഷം പഴക്കമുള്ള ആൽമരമാണ്. സ്കൂൾ പ്രിൻസിപ്പൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ മരം മുറിച്ചു മാറ്റണമെന്ന് കുറേ കാലമായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതാരും ചെയ്യാത്തത്? നമ്മൾ കഴിഞ്ഞ വർഷം അപകട ഭീഷണിയുള്ള വൃക്ഷങ്ങളുടെ എല്ലാം ചില്ലകളും മുറിച്ചു മാറ്റിയിരുന്നു. പക്ഷേ ഈ ആൽവൃക്ഷം ഇങ്ങനെ സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടി സംരക്ഷിച്ചിരിക്കുകയായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു, നമുക്ക് പുറമേ കാണാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആൽവൃക്ഷത്തിൻ്റെ ചില്ലകൾ നമ്മളങ്ങനെ മുറിച്ചില്ല. ബാക്കിയുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ചില്ലകൾ മുറിച്ചിരുന്നു. ഇതിപ്പോൾ ഒരു സ്കൂള് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫിറ്റ്നസ്, അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വിലയിരുത്തപ്പെടേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു ഭീഷണി ഉണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിരുന്നു. അപകട ഭീഷണിയുള്ള മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു മാറ്റാനായിട്ട് നമുക്ക് അനുവാദം തന്നിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ ചില്ലകൾ മുറിച്ചു മാറ്റി. ഈ വൃക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭയമില്ലായിരുന്നു. ഇതിനകത്ത് സ്കൂൾ മാനേജ്മെൻറ്റും PTA ഒക്കെ പഞ്ചായത്തിനോട് എന്താണ് പറഞ്ഞിരുന്നത്, അറിയിച്ചിരുന്നത് എന്താണ്? ഇതിന് കഴിഞ്ഞ വർഷങ്ങളും അതിന് മുമ്പത്തെ വർഷങ്ങളിലും നമ്മൾ പരാതി കൊടുത്തിരുന്നു, ഈ വൻ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും പറഞ്ഞു. അപ്പോൾ മുറിച്ചു മാറ്റാം എന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷ കൊടുക്കുക മാത്രം ചെയ്തു. പക്ഷേ അവിടുന്ന് നമ്മൾ ഫണ്ടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അതിനുള്ള ഫണ്ട് ഇല്ല എന്നാണ് നമ്മളെ മുൻകാലങ്ങളിൽ അറിയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഉന്നതാധികാരികൾ ഇത് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഇത് മുറിച്ച് മാറ്റി തരണമെന്ന് PTA പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കോന്നി തഹസിൽദാർ അടക്കം ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. തഹസിൽദാർ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് എന്ത് ചെയ്യാൻ കഴിയുക? അല്ല, നമുക്ക് ഇപ്പം നമ്മൾ കഴിഞ്ഞ 20-ാം തീയതി നമ്മൾ താലൂക്ക് തലത്തിലൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ജനപ്രതിനിധികളെയും വെച്ചിട്ട് MLA സാന്നിധ്യത്തിൽ, ബഹുമാനപ്പെട്ട MLA സാന്നിധ്യത്തിൽ ഒരു യോഗം കൂടിയുണ്ടായി. അപ്പം നമ്മളിതുപോലെ അപകടകരമായ മരങ്ങളോ ഇല്ലെങ്കിൽ ഇങ്ങനെ വീഴാൻ ഉള്ള രീതിയിൽ ബുദ്ധിമുട്ടുള്ള മരങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഫർദർ സ്റ്റെപ്പ് എന്താണ്? ഇനി ബാക്കി ഇപ്പം ഒരു 2-3 മരങ്ങളുടെ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതും കൂടി പരിശോധിച്ചിട്ട് അടിയന്തരമായിട്ട് അത് ട്രീ കമ്മിറ്റിയിൽ വെച്ച് പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം അത് മുറിച്ചു മാറ്റുകയോ അതിൻ്റെ കമ്പുകൾ വെട്ടി വെയിറ്റ് കുറയ്ക്കുന്ന നടപടി സ്വീകരിക്കും. എന്തായാലും കുട്ടികൾക്കൊന്നും പരിക്കേൽക്കാതെ അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയേണ്ടത്. ഒരുപക്ഷേ ഇന്ന് അധ്യയനം നടക്കുന്ന ഒരു ദിവസമായിരുന്നുവെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി വലിയ തരത്തിൽ കൂടുമായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് സ്കൂളിന് മുമ്പിൽ നിന്ന ഒരു 75 വർഷം പഴക്കമുള്ള ആൽമരം കടപുഴകി സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് വീണ് ഒരു അപകടം സംഭവിച്ചത്. കൂടൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.